കുമ്മൻപാറയിലെ അപകട മേഖലയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോവുകയാണ്. രാഹുൽ വിജയനും വിഷ്ണു സുരേഷും അതുപോലെ നിതിൻ അംബുജനും വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം രാഹുൽ വിജയനിലേക്കാണ്. രാഹുൽ, വലിയ അപകടമാണ് ഉണ്ടായത്. നിരവധി വീടുകൾക്ക് മുകളിലേക്ക് ഈ മണ്ണ് എത്തുകയായിരുന്നു. ഒരാൾക്ക് ജീവൻ നഷ്ടമായി. ഈ കരാർ കമ്പനിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, വിമർശനം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. ശാസ്ത്രീയമായ രീതിയിലല്ല, അശാസ്ത്രീയമായാണ് ഈ മണ്ണെടുപ്പ് നടന്നത് എന്ന വിമർശനം. മണ്ണിൻ്റെ ഘടനയടക്കം പരിശോധിച്ചില്ല, നേരത്തെ തന്നെ അപകട സാഹചര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൽ പരിശോധന നടക്കുക? ഇനി ഇതിൻ്റെ അന്വേഷണം എങ്ങനെയായിരിക്കും രാഹുൽ വിജയൻ? റിജിത്ത്, പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അപാകത സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തും എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ അല്പം മുമ്പ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപാകതകളുണ്ട്, വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ കരാർ കമ്പനിയും ഏതെങ്കിലും വിധത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ല ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളത് നാട്ടുകാർ പലപ്പോഴായി പരാതിയായി ഉന്നയിച്ചിട്ടുള്ളതാണ്. ജനപ്രതിനിധികളടക്കം പല തവണ ഈ വിഷയം ഉന്നയിച്ച് ജനങ്ങളുമായി ചർച്ച നടത്തുകയും ചെയ്തു. പക്ഷേ ചർച്ചകളൊക്കെ നടന്നതല്ലാതെ യാതൊരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടായില്ല. ഏതെങ്കിലും വിധത്തിൽ ഇത്രയും ഹൈറേഞ്ച് മേഖലയാണ്, മലയോര മേഖലയാണ്, ഈ മൺതിട്ടയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈ മണ്ണിന്റെ ഒരു ഘടന ഇതൊന്നും മനസ്സിലാക്കാതെ 90 ഡിഗ്രി ചെരിവിൽ മണ്ണെടുത്തു മാറ്റുകയും അത് ഫില്ലിംഗ് സൈഡിലേക്ക് നിറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് വരും നാളുകളിലും വലിയ ആശങ്കയായി തന്നെ തുടരുന്നത്. കാരണം ഈ ഫില്ലിംഗ് സൈഡിൽ ഇട്ടിരിക്കുന്ന മണ്ണ് അത് വീണ്ടും വെള്ളം ഇറങ്ങിയതിനു ശേഷം തള്ളി താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അവരുടെ ഒരു പഴയ പരിചയം, ഇത്രയും നാളത്തെ പരിചയം അല്ലെങ്കിൽ ഈ ഇടുക്കിയിലെ ഒരു ഭൂപ്രകൃതിയുടെ ഒരു പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾ ആയതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ പറയുന്നത്. ഏത് സമയത്ത് എങ്ങനെ ഇടിയും എന്നൊക്കെയുള്ളത് സ്വാഭാവികമായിട്ടും ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് അറിയാമല്ലോ. അതാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഇതിന്റെ സാങ്കേതിക വശങ്ങളും ശാസ്ത്രീയ വശങ്ങളും ഒക്കെ ഈ കരാർ കമ്പനി നോക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമാണ്. അതിലൊരു കൃത്യമായ ഉത്തരം അവർക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല. 45 ഡിഗ്രി ചെരിവിൽ സ്ലോപ്പിൽ ഈ മണ്ണ് എടുത്ത് മാറ്റണം, മണ്ണ് നീക്കം ചെയ്യണം എന്നുള്ള നിർദ്ദേശം അവർ പാലിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ 45 ഡിഗ്രി ചെരിവല്ല എങ്കിൽ ലെയർ ആയിട്ട് വേണം മണ്ണെടുത്ത് മാറ്റണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നത്. അതും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല റീറ്റേണിംഗ് വാൾ ഉൾപ്പെടെ നിർമ്മിക്കണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യത്തിന് പുല്ലുവില കൽപ്പിച്ചു എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം 6 അടി മാത്രം ഉയരമുള്ള കോൺക്രീറ്റ് പാളികൾ കൊണ്ടുപോയി 50ഉം 60ഉം അടി ഉയരത്തിലുള്ള മൺതിട്ടകൾക്ക് താഴെ വെച്ചിരിക്കുകയായിരുന്നു. ആ മൺതിട്ട അതേപടി തന്നെ ഈ കോൺക്രീറ്റ് പാളിയോടുകൂടി തന്നെയാണ് ഇന്നലെ ഇടിഞ്ഞ് താഴേക്ക് വീഴുകയും ഒരു കുടുംബത്തിലെ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ കുടുംബത്തിന് ധനസഹായം നൽകുന്ന അടക്കമുള്ള അതുപോലെ തന്നെ ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ള സന്ധ്യയുടെ ചികിത്സാ ചെലവുകളൊക്കെ വഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ തീരുമാനം ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ്. ഈ അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ ഇപ്പോൾ ഈ ബിജുവിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുകയാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം പരിശോധന ഇന്ന് തന്നെ ഉണ്ടാകും. ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടിയും ഈ സംസ്കാര ചടങ്ങുകൾ കുമ്പൻപാറയിലെ തറവാട്ട് വീട്ടിൽ നടക്കും എന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. മകൾ കോട്ടയം നഴ്സിംഗ് കോളേജിൽ പഠിക്കുകയായിരുന്നു. ആ കുട്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ബിജുവിന്റെ മകൻ ഉണ്ടായിരുന്നു. അത് അർബുദ രോഗബാധയെ തുടർന്ന് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു അവസ്ഥ നിലനിൽക്കുന്ന ഒരു കുടുംബം കൂടിയാണ്. അവിടെയാണ് ഇപ്പോൾ തീരാ നോവായി ഇപ്പോൾ ബിജുവിന്റെ മരണവും സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. റീജിത്ത്, ശരി. രാഹുൽ വിജയൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കൂമ്പൻപാറയിലെ അപകട മേഖലയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോവുകയാണ്. അത്രയും വലിയ നടുക്കം ആ നാടിനുണ്ടായിട്ടുണ്ട്. നിരവധി വീടുകൾക്ക് മുകളിലേക്ക് മണ്ണ് പതിക്കുന്ന നിലയാണ് ഉണ്ടായത്. ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. ബിജുവിൻ്റെ ഭാര്യ ഗുരുതരമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. പ്രദേശത്ത് നിന്ന് ഇന്നലെ തന്നെ ആളുകൾ മാറിയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു ദുരന്തത്തിലേക്ക് അത് പോകേണ്ടതായിരുന്നു. വിഷ്ണു സുരേഷ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് അടിമാലി കുമ്പൻപാറയിൽ നിന്ന്. വിഷ്ണു, എന്താണ് ഈ അപകട സ്ഥലത്ത് നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? അവിടെ നിന്ന് കൂടുതൽ ആളുകൾ വീടുകളിലേക്ക് എത്തി ക്യാമ്പുകളിലേക്കോ മറ്റോ മാറുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ വിഷ്ണു? ഈ അപകട മേഖലയിൽ നിന്ന് ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കുകയാണ്. അതിന്റെ നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. ആളുകൾ അവരുടെ വീട് ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക്, ക്യാമ്പുകളിലേക്കും ബന്ധുക്കളുടെ വീട്ടിലേക്കും ഒക്കെ പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അവരുടെ വസ്തുക്കളെല്ലാം പുറത്തേക്ക് എടുത്തു വെച്ചുകൊണ്ടാണ് അവർ ഇവിടെ നിന്ന് പോകുന്നത്. എങ്ങോട്ട് ഇനി എപ്പോൾ തിരിച്ചു വരാനാകും എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. ഒരുപാട് നാളായി സ്വന്തം അധ്വാനത്തിൽ പണികഴിപ്പിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം. നേരത്തെ ഈ പെട്ടിമുടിയിലടക്കമുണ്ടായ ദുരന്തം നമുക്ക് മുൻപിലുണ്ട്. അതൊരു പ്രകൃതി ദുരന്തമായിരുന്നുവെങ്കിൽ ഇത് പക്ഷെ അങ്ങനെയല്ല. കൃത്യമായി വിളിച്ചു വരുത്തി
ഒരു ദുരന്തം എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. 2 വർഷമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നിരന്തരം ഉന്നയിച്ചിരുന്നു. ഈ മരിച്ച ബിജു അടക്കമുള്ള ആളുകൾ ഈ പരാതി നൽകിയിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഈ അപകടം ഇത്ര ഗുരുതരമായ ഒരു സ്വഭാവത്തിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം. പല കാര്യങ്ങൾ ശാസ്ത്രീയമായ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആശങ്കകളൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും സംഭവിച്ചിട്ടില്ല. വളരെ ദയനീയമായ ദുഃഖം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ പ്രദേശത്ത് നിന്ന് ഉള്ളത്. അതായത് ഒരു പടുകൂറ്റൻ മല അതിങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നു. അതിനടിയിൽ ഉണ്ടായിരുന്ന 7 വീടുകൾ അതാ ആ മണ്ണിനടിയിലായി പോകുന്നു. ആ മണ്ണിനടിയിൽ നിന്ന് ഗ്യാസിന്റെ മണമടക്കം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഈ അടുക്കള വശത്തേക്കടക്കമാണ് ഈ മണ്ണ് വീണിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഗ്യാസ് ലീക്ക് അടക്കമുള്ള സാഹചര്യം ഉണ്ട്. അവിടെ അതിന്റെ സ്മെല്ലടക്കം വരുന്നുണ്ട്. ഈ മണ്ണ് മാറ്റി അതൊക്കെ മാറ്റാനുള്ള ഒരു ശ്രമം പ്രാഥമികമായി ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് വളരെ നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും വലിയ അപകടം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ആളുകളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഇടിഞ്ഞ സ്ഥലത്തിന്റെ ഏറ്റവും അടിയിലത്തെ തൊട്ടടുത്ത ഭാഗത്തെ ഒരു വീടായിരുന്നു. ആ വീട് പൂർണ്ണമായും ഇടിഞ്ഞ് തകർത്തേക്ക് വീഴുകയാണ്. ചേട്ടാ, ഇവിടേക്ക് എത്ര വീടുകൾ ഉണ്ടായിരുന്നു ഏറെക്കുറെ? ഇവിടെ എൻ്റെ 40 വീടുകളുണ്ടായിരുന്നു. മൊത്തം 40 വീടുകളുണ്ട് ഇവിടെ. ഇതിനകത്ത് ഈ അപകടത്തിൽപ്പെട്ട ഈ വീട്ടിലൊക്കെ ഇപ്പുറത്തെ സൈഡിലെ വീട്ടിലൊക്കെ ആളുണ്ടോ? ഇവിടെ ആളുണ്ടായിരുന്നു. ആളിപ്പോ ഇവിടെ താമസം മാറിക്കൊണ്ടിരിക്കുക. അതായത് ടി കെ ദാ ഈ അപകടം നടന്ന സ്ഥലം ഈ കാണുന്നതാണ്. തൊട്ടടുത്ത്, അതായത് ഈ കല്ലും മണ്ണും വന്ന് കിടക്കുന്ന ഈ തൊട്ട് സൈഡിലായി നിൽക്കുന്ന വീട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അതായത് തലനാരിഴക്കാണ് ഈ കുടുംബം അല്ലെങ്കിൽ ഈ വീട് ഇങ്ങനെ തകരാതെ നിൽക്കുന്നത്. ബാക്കി വശത്തേക്കുള്ള വീട് ഇടിഞ്ഞ് തകർന്നു കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന പാവ അടക്കമുള്ള കാര്യങ്ങൾ, അവരുടെ പഠന പുസ്തകങ്ങൾ, അവർ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന മറ്റു വസ്തുക്കളൊക്കെ എല്ലാം മണ്ണിനടിയിലായി പോകുന്നു. 7ഓളം വീടുകളാണ് ഇതിനടിയിലായത്. ബിജുവിന്റെ കാര്യം അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ക്യാമ്പിൽ പോയി തിരികെ ഒന്ന് വീട്ടിലേക്ക് എത്തി ഭക്ഷണം കഴിച്ച് തിരികെ പോകുക എന്നതിനു വേണ്ടി വന്നതാണ്. ആ സമയത്താണ് കൃത്യമായി മണ്ണിടിയുകയും ബിജുവും ആ ഭാര്യയും ആ വീടിനകത്ത് കുടുങ്ങിപ്പോവുകയും ചെയ്തത്. വളരെ ദൗർഭാഗ്യകരമായ കാഴ്ചകളാണ് ഇവിടെ എങ്ങും. എങ്ങ് ഇതെല്ലാം പരിഹരിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല. അവർക്ക് ഒരു ധാരണയുമില്ല. ഇവിടെ നിന്ന് തിരികെ ആളുകൾ ഇപ്പോൾ ക്യാമ്പിലേക്ക് പോകുന്ന ആളുകൾക്ക് പോലും അവരെപ്പോൾ തിരിച്ചു വരാനാകും എന്നൊരു ഉറപ്പ് നൽകാൻ ആർക്കും പറ്റില്ല. കാരണം അത്തരത്തിൽ സങ്കീർണമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ചേച്ചി, എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടാണ് മാറുന്നത്? അടിമാലി സ്കൂളിലേക്ക്. നേരത്തെ ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നോ? 2 ദിവസം മുമ്പേ പേപ്പർ എല്ലാവർക്കും പറഞ്ഞിരുന്ന വീണ്ടും കീറിയിട്ടുണ്ട്, മാറണമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെയാണ് എല്ലാവരും ഇവിടെ നിന്ന് മാറ്റിയത്. നേരത്തെ നമ്മൾ പരാതിപ്പെട്ടിരുന്നോ ഈ മണ്ണെടുപ്പിൽ? നേരത്തെ മേളിലുള്ള ചേട്ടൻ പരാതി കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അന്വേഷണത്തിന് ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. മണ്ണെടുപ്പ് വളരെ രൂക്ഷമായതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അതെ, റോഡ് പണിയുടെയാണ്. അപ്പൊ ഇത് അവിടെ വരുന്ന പാറയെല്ലാം പൊട്ടിച്ചതിന്റെയാണ് ഇപ്പൊ ഈ സംഭവം നടന്നേക്കുന്നത്. ഇവിടുന്ന് പോയാൽ എപ്പോ വരാൻ പറ്റൂന്നുള്ള ഒരു പിടുത്തവും ഇല്ല. എപ്പോ വരാൻ പറ്റുമെന്ന്, ഇതൊക്കെ എപ്പോഴാ മാറ്റുന്നത്, എപ്പോഴാ ഇങ്ങോട്ട് ധൈര്യത്തോടെ കിടക്കണമെങ്കിൽ ഇതെല്ലാം എന്തെങ്കിലും ഒരു തീരുമാനം ആയാലല്ലേ കിടക്കാൻ പറ്റുള്ളൂ. വലിയ സങ്കടമാണ്. പിന്നെ അല്ലാണ്ട് 10-35 കൊല്ലം ജീവിച്ചവരല്ലേ. എല്ലാം ഇപ്പൊ ഒന്നുമില്ലാതെ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് വിഷമമില്ലാതിരിക്കുവോ? ടി കെ, അതാണ് 10-35 കൊല്ലം അവർ ജീവിച്ച വീടാണിത്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇറങ്ങിപ്പോകുക എന്ന് വെച്ചാൽ എപ്പോൾ തിരിച്ചു വരാനാകുമെന്ന് അവർക്കറിയില്ല. അങ്ങനെ ഒരു ഇറങ്ങിപ്പോക്കാണ്. ഒരു പലായനത്തിന്റെ സമാനമായ സ്വഭാവം ഇവിടെ നിലനിൽക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.